ഈ വലിയ രീതിയിൽ സോയിൽ ലീനിങ്ങിന്റെ വർക്ക് വരാനുള്ള ഒരു ഭാഗമാണ് ആ കാണുന്നത്. ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ ബീം വരാനുണ്ട് ആ പാലത്തിന്റെ ഭാഗത്തേക്ക്. പിന്നെ വീണ്ടും വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. NH-66 വർക്ക് നടക്കുന്ന കുറ്റിപ്പുറം ഭാഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിന്റെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവാനുള്ള ഒരു സർവീസ് റോഡിന്റെ ഭാഗം ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു റാമ്പ് പോലെ ഇങ്ങനെ താഴോട്ട് കാണാം നമുക്ക്. ഇവിടെ ഫുൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഭാഗത്തും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാം. ഈ ഭാഗത്ത് ഇങ്ങനെ പഴയ പാലത്തിന്റെ നേരെ ഭാഗത്തേക്ക് റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തുള്ള ഭാഗത്താണ് വർക്കുകൾ ചെയ്യാനുള്ളത്. അങ്ങോട്ട് പോവാം. ആണ് ടൗണിന്റെ ഭാഗത്തുനിന്ന് കയറി വരുന്ന വാഹനങ്ങള്. ഇങ്ങനെയാണ് കുറ്റിപ്പുറം ടൗണിന്റെ ഭാഗത്തുനിന്ന് കയറി വരുന്ന വാഹനങ്ങള്. ഇനി തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരുന്ന ഭാഗത്താണ് ടാറിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഭാഗം അടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണാം ഈ റാമ്പ് പോലുള്ള ഈ ഭാഗം ഇങ്ങനെ ഹൈവേയിലേക്ക് പുതിയ പാലത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള റോഡിന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ടുള്ള വർക്ക് ഈ നടക്കാനുണ്ട്. ഇതാണ് നമ്മളെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാനുള്ള റോഡ്. അതിന്റെ ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട്. ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഉണ്ട്. പുതിയ ആർച്ച് ബ്രിഡ്ജിന്റെ അങ്ങോട്ടൊക്കെ വർക്ക് ഇനിയും മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കാനുണ്ട്. വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യേണ്ട മുന്നായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഭാഗം മണ്ണ് ഫില്ലിങ്ങും ടാറിംഗ് ഒക്കെ കഴിഞ്ഞാൽ പുതിയ പാലത്തിന്റെ വഴിയായിരിക്കും വാഹനങ്ങൾ പോവുക, കടത്തിവിടുക. അതിന്റെ മുന്നേ ആയിട്ട് ആർച്ച് ബ്രിഡ്ജിന്റെ വർക്കൊക്കെ നടക്കാനുണ്ട്. പാലം റെയിൽവേന്റെ പാളത്തിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്ന വർക്കൊന്നും പിന്നീട് ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. മുൻഭാഗത്തെ ആ ഭാഗത്തൊക്കെ മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് ഫില്ലിങ് ചെറിയ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. കട്ട വെക്കാനുള്ള കട്ടകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വന്ന സമയത്തും ഇവിടെ കുറേ കട്ടകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കാണ്. കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ മണ്ണ് ഫില്ലിങ് നടക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണെടുക്കുന്നുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അവിടുത്തെ മണ്ണൊക്കെ ഇവിടെ ഫില്ലിങ്ങിന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. പഴയ പാലം ഒരു താഴ്ന്ന ഭാഗത്തായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ അതുവഴി ഇറങ്ങിപ്പോവാനും അതുവഴിയാണ് റോഡ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് പഴയ പാലത്തിലൂടെയാണ് ഇനി ഒരു സൈഡിലുള്ള റോഡ്. ഇനി പുതിയ പാലം നിർമ്മിക്കുമെന്ന് അറിയില്ല. നമുക്ക് കാണാം ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയാണ്. ഇവിടെ ഇനി ടാറിങ് ചെയ്യാനുണ്ട് കുറച്ച് ഭാഗത്ത്. ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നതിനെ കാണാം. അങ്ങനെ വർക്ക് തീർക്കുന്ന കാര്യത്തിൽ KNRCL കമ്പനി വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ഇവരുടെ വർക്കുകൾ. ഫിനിഷിങ് കുറവാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം എല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കറക്റ്റായിട്ട് എത്രയാണ് ഇനി മണ്ണൊക്കെ നിറക്കാനുള്ളത്. ഈ വാളിന്റെ ഈ ഇത്രയും ഹൈറ്റിലേക്ക് ഇനി മണ്ണ് നിറച്ച് കൊണ്ടുവരാണ്ട് ഈ ഭാഗത്തൊക്കെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ പുതിയ ഈ പാലത്തും കടന്ന് ആർച്ച് ബ്രിഡ്ജൊക്കെ കടന്നിട്ടുള്ള ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകാൻ പറ്റുള്ളൂ. അതിനുള്ള തുടക്കം ഇട്ടിട്ടുണ്ട്. അവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കട്ട വർക്ക് വെച്ച് കട്ട വെക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി വലിയൊരു വർക്ക് ചെയ്യാനുള്ളത് റെയിൽവേൻ്റെ ക്രോസിൻ്റെ മുകളിലേക്ക് ഈ പാലം എടുത്തു വെക്കുന്നതാണ്. അത് കുറേ ആയിട്ട് പിന്നീടൊന്നും ചെയ്തതായി കണ്ടില്ല. ഇവിടെ വരുമ്പോൾ ഈ പാലത്തിൻ്റെ കൈവരികൾ ഇങ്ങനെ ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. പാലത്തിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ആർച്ച് ബ്രിഡ്ജിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഭാഗത്ത് റെയിൽവേന്റെ ഭാഗത്ത് എങ്ങനെയാണെന്ന്. ഇവിടെയൊക്കെ വെള്ളം നിറച്ച് ഇട്ടതാണ്. ഇങ്ങനെ പാലത്തിന്റെ മുകളിൽ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഇതാണ്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്താണ് ബീമുകളൊക്കെ വെക്കാനുള്ളത്. പിന്നെ ആർച്ച് പാലം ഇങ്ങോട്ട് നീക്കി വെക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ
വർക്കുകളൊന്നും കാണുന്നില്ല. അതിന്റെ താഴ്ഭാഗത്ത് എന്തൊക്കെയോ ജാക്കിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം വലിയൊരു രീതിയിലുള്ള വർക്കുകളൊന്നും കാണുന്നില്ല. ഇനി ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ ബീം വരാനുണ്ട് ആ പാലത്തിന്റെ ഭാഗത്തേക്ക്. പിന്നെ അവിടെയാണ് ഇത് വരാനുള്ള ആർച്ച് പാലം വരാനുള്ളത്. ആ ഭാഗത്തൊക്കെ കട്ട വെച്ചുള്ള മുൻഭാഗത്തെ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതാണ് നമ്മുടെ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ മലപ്പുറം ജില്ലേന്റെ ഭാഗത്ത് ഇനി അധികം വർക്കുകളൊന്നും ഇല്ല. ഒന്ന് വരുന്നത് ഈ നമ്മുടെ നിൽക്കുന്ന ഈ കുറ്റിപ്പുറം ഭാഗത്ത് തന്നെയാണ്. പിന്നെ കൂരിയാട് ഭാഗത്ത്, പിന്നെ വട്ടപ്പാറ ഭാഗത്ത് കുറച്ച് വർക്കുകളുണ്ട്. അത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അവിടെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അവിടെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും അവിടെയാണ് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാഴ്ച, പുതിയ അപ്ഡേറ്റ് തരാനുള്ളത്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇനി ബീം ഗർഡറുകളൊക്കെ വരാനുള്ളതാണ്. അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ വലിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പോയി നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്തൊരു ചെറിയ പിഴവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഞാൻ അധികം മ്യൂസിക്കാണ് ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ അതുവരേക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്ന രീതിയിൽ പറയല്ലേ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ വലിയ വർക്കുകളൊന്നും ചെയ്യുന്നതായി കാണില്ല. ഇവിടെ കുറേ വർക്കേഴ്സ് JCB ഇങ്ങനെയുള്ള ക്രെയിനുമലൊക്കെ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെയാണ്, വണ്ടിൻ്റെ വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് ഏകദേശം ഈ പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബീമൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഭാഗം ആയിട്ടുണ്ടെന്ന് പറയാം. കട്ട വെച്ചുള്ള ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഭാഗം ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ മണ്ണ് നിറക്കാനുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഭാഗം ഇതാണ്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം ഇവിടെ നിന്ന് തന്നെ കാണാം. മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. കട്ട വെച്ചുള്ള ഭാഗങ്ങൾ ഇവിടെ. ഇനി ഇതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ കുറേ കട്ടകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇവിടെ ആ കട്ട വെച്ചുള്ള വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് വേറെ പറയാം. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് ചെയ്ത് ക്രഷ് ബാരിയറുകൾ കൊടുക്കാനുള്ളതാണ്. പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് ആയിട്ടുണ്ട്. പാലം ഇവിടെ ഉയർന്നു നിൽക്കുന്നത് നോക്കണ്ട, അങ്ങോട്ട് അപ്പുറത്തേക്ക് എടുത്തു വെക്കാനുള്ള നമ്മളിപ്പോൾ കണ്ട ഫില്ലറൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഭാഗം വരെ കറക്റ്റാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം മണ്ണ് ലെവൽ ചെയ്യാനുണ്ട്. കുറച്ച് മുൻഭാഗമൊക്കെ അവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാറയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ പാറ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തരണം. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ പുതുതായിട്ട് ഒരു സർവീസ് റോഡും എക്സ്ട്രാ റോഡൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. അതിലൂടെയാണ് ഇപ്പോൾ താൽക്കാലിക ഈ റോട്ടിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ ഭാഗത്താണ് പാറ പൊട്ടിക്കുന്ന വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ പാറ പൊട്ടിക്കുന്നത്. സർവീസ് റോഡ് ഇതുവഴി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ വരുമ്പോൾ പഴയ പാലമാണ്. പഴയ പാലത്തിൻ്റെ ഭാഗത്തൊന്നും വേറെ വർക്കുകളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. കാണാൻ നമുക്ക് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോഴൊന്നുകൂടെ പറയാണ്. അപ്പോൾ ഇനി ഈ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ഉണ്ടാവും. പാറ പൊട്ടിച്ച ബാക്കി ഭാഗം വരുന്ന ഭാഗത്തൊക്കെ വലിയ രീതിയിൽ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാൻ ഇനിയും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഴയ പാലത്തിൻ്റെ സൈഡിൽ വരുന്നത് ആ ഭാഗത്തൊന്നും വർക്കുകളൊന്നും ചെയ്തതായി കാണുന്നില്ല. അങ്ങോട്ട് ഇനി പുതിയ റോഡ് വരാൻ
ഉണ്ടാകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടം വരെ എത്തും, ലാസ്റ്റ് സർവീസ് റോഡ് അവിടെ എൻഡ് ഉണ്ടാവും, എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ മണ്ണ് എടുത്തു മാറ്റാനായിരിക്കും. ഇനി കുറെ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുപോകാനുണ്ടാവും. പിന്നെ ഇവിടെ കോൺക്രീറ്റ് വാള് വരാനുണ്ട്, അങ്ങനെയൊക്കെ വർക്കുകളുണ്ട്. അപ്പൊ നമുക്ക് മുൻഭാഗത്തെ ആ ഭാഗത്തൊക്കെ മണ്ണെടുക്കുന്ന ഭാഗത്തൊന്ന് പോയി നോക്കാം. കാണാം ഡ്രെയിനേജ് കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വർക്ക്, എന്താണെന്ന് അറിയില്ല. അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് വലിയ രീതിയിൽ തന്നെ മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ടുള്ള വാള് വരുമ്പോഴാണ് റോഡിന്റെ ഒരു ഭാഗം എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. പഴയ ഒരു റോഡിന്റെ ഡ്രെയിനേജിന്റെ ഭാഗം അവിടെ കാണുന്നുണ്ട് പൊട്ടിച്ചെടുത്തത്. ഇനി ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുപോകാനാണ്. ഈ ഭാഗം ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു ഭാഗമാണ്. ആ ഭാഗത്തു നിന്നുള്ള മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അവിടെ പാറയൊക്കെ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരേ സമയത്ത് 3 ഇറ്റാച്ചികളാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇറ്റാച്ചി ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഇറ്റാച്ചിയും കൂടെയാണ്. അങ്ങനെയുള്ള മെഷീനുകളൊക്കെ അവിടെ ഉണ്ട്. വേഗത്തിൽ വലിയൊരു രീതിയിൽ സോയിൽ നീലിങ്ങിന്റെ വർക്ക് വരാനുള്ള ഒരു ഭാഗമാണ് ആ കാണുന്നത്. സ്റ്റെപ്പ് ആയിട്ടുള്ള ഭാഗം. ആ ഭാഗത്തൊക്കെ സോയിൽ നീലിങ്ങിന്റെ വർക്കുകൾ ഇനി ചെയ്യാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം, ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മള് താൽക്കാലിക റോട്ടിലൂടെയാണ് ബസ് കടന്നു പോകുന്നത്. വളരെ വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. വർക്ക് നടക്കുന്ന ഭാഗമാണെന്നും നോക്കുന്നില്ല. അപ്പൊ നമുക്കിവിടെ ഇറങ്ങി നോക്കാം എങ്ങനെയെന്ന്. മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന വണ്ടികളാണ് അതൊക്കെ. ഇവിടുന്ന് വലിയ രീതിയിൽ മണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, വാള് കൊടുത്തിട്ടുള്ള ഭാഗത്ത്. അപ്പൊ ഇനി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഈ ഭാഗങ്ങളൊക്കെ താഴ്ത്തി കൊണ്ടുവരാനുണ്ട്. കുറെ ഭാഗങ്ങള് അടുത്ത വണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട് മണ്ണ് കൊണ്ടുപോകാനുള്ള. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. വളരെ കൂടുതൽ മണ്ണ് എടുത്തു മാറ്റാനുള്ള ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആയ പാറയാണ് ഉള്ളത്. പഴയ റോഡിന്റെ ഭാഗം കാണാം നമുക്ക്. ഇവിടുന്ന് ഇങ്ങനെ ഉരുണ്ട് ഒരു കല്ലുകളൊക്കെ മിക്സ്ഡ് ആയ ഒരു പാറയാണ്. താഴ്ഭാഗത്ത് ഡ്രെയിനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാണാം നമുക്ക്. ആ ഭാഗത്തൊക്കെ ഡ്രെയിനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണ് മാറ്റിയതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് വാള് കൊടുത്താലേ ഒരു റോഡിന്റെ ഒരു ഡിസൈന് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വർക്കേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പുതിയ വലിയ മാറ്റം. വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാം. റോഡ് പുതുതായിട്ട് നിർമ്മിച്ചത് നിങ്ങൾക്ക് കാണിച്ചിരുന്നു, വീണ്ടും പറയുകയാണേ. ഇതാ കണ്ടില്ലേ, വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട്. ഇവിടെയുള്ള പോസ്റ്റുകളൊക്കെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് അവിടെ കണ്ടിട്ട് സോയിൽ നീലിംഗ് ചെയ്ത ഭാഗം കണ്ടില്ലേ, എത്രയും ഭാഗത്താണ്, കുറച്ച് ഭാഗത്താണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് ചെയ്യാനുണ്ട്. ഇനി മുൻഭാഗത്തോടെ ഒന്ന് പോയി നോക്കാം. അപ്പൊ നിങ്ങൾ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ പോവുക. ഇതിന്റെ താഴ്ഭാഗത്താണ് മണ്ണെടുക്കുന്നത്. അപ്പൊ വളരെ കുറഞ്ഞ രീതിയിൽ ഉള്ള ഒരു ബാരിക്കേഡ് പോലെയുള്ള ഒരു ഭാഗം മാത്രം അവിടെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ പൊട്ടി വീഴുന്ന ഒരു ഭാഗം കൂടെയാണ്. കഴിയുന്ന അത്രയും റോഡിന്റെ സെന്റർ ഭാഗത്തിലൂടെ പോവുക. അതായിരിക്കും വളരെ നല്ലത്, സേഫ് ആയിട്ടുള്ള യാത്രക്ക്. മഴയൊക്കെ ഉള്ള സമയമാണ്, എപ്പോഴാ എങ്ങനെ എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പോൾ സുരക്ഷിതമായ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്ത് നിർത്തിയിട്ട് താഴോട്ടുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാൻ നമുക്ക് മണ്ണ് ലെവൽ ചെയ്ത് വരുന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇനി കുറേ ഭാഗത്ത് ഇനി മണ്ണ് എടുത്തു പോകാനുണ്ട്. ആ ഭാഗത്ത് നമുക്ക് കാണാം വാഹനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റം കയറിയാണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നിരന്ന ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, റോഡ് നിരത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള ഭാഗത്താണ് എടുത്തു മാറ്റാനുള്ളത് മണ്ണ്. ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാള് ചെയ്യുന്നുണ്ട്. ഇനി വളരെ കുറച്ച് ഭാഗത്താണ് വർക്ക് ചെയ്യാനുള്ളത്. അത് വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഡ്രൈനേജിന്റെ വർക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അവിടെ ഡ്രൈനേജിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്.
എല്ലാ വർക്കും വേഗത്തിൽ ഒരേപോലെ ചെയ്യുന്നുണ്ട്. NRCL കമ്പനി വർക്ക് വേഗത്തിൽ തീർക്കുന്ന കാര്യത്തിൽ വളരെ നല്ല കമ്പനിയാണ്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്. എല്ലാവർക്കും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് പൊതുവേ ഉള്ള ഒരു അഭിപ്രായമുണ്ട്. വേഗത്തിൽ വർക്ക് തീർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തു നിന്നുള്ള പുതിയ ഒരു അപ്ഡേറ്റ്. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.